നമസ്കാരം, ഞാൻ ഡോക്ടർ നസീറ. പലരും മടിയോടുകൂടി വന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഹെമറോയിഡ്സ് എന്ന് പറയുന്ന പൈൽസ് അഥവാ മൂലക്കുരു. മലദ്വാരത്തിന് ചുറ്റിലുള്ള കുഷ്യൻസ് ആയിട്ടുള്ള വെയിനുകൾ വീർത്ത് അത് ദ്വാരത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ദ്വാരത്തിന് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണിത്. പൈൽസ് ഉള്ളവരിൽ മലദ്വാരത്തിന് ചുറ്റിലും എപ്പോഴും ചൊറിച്ചിലുണ്ടാവും. അതുപോലെ വേദന, മലം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മലം പോയതിനു ശേഷമുള്ള വേദന, പുകച്ചില്, മലദ്വാരത്തിന് പുറത്തേക്ക് ഒരു ചെറിയ തടിപ്പ് പോലെ തള്ളി വരുന്നൊരവസ്ഥ, ഇതൊക്കെ പൈൽസ് ഉള്ളവരിൽ കാണാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ചിലരിൽ പാരമ്പര്യമായിട്ടായിരിക്കാം ഇത് വരുന്നത്. മറ്റു ചിലരിൽ അവരൊരു ജോലി സംബന്ധമായിട്ട് കൂടുതൽ സമയം 8-10 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കാണാറുണ്ട്. പിന്നെ അമിതമായി തടിയുള്ളവരിൽ, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് തന്നെ എപ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കാരണം ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങളുള്ളവരിൽ, എപ്പോഴും മലബന്ധമുള്ളവരിൽ, സ്ത്രീകളിൽ പൊതുവെ പൈൽസ് കാണാറുള്ളത് ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവത്തോടു കൂടിയൊക്കെയാണ് പൈൽസ് കാണാറുള്ളത്. ഇതിന് 4 ഗ്രേഡുകളുണ്ട്. അത് തുടക്കത്തിലുള്ളത് ബ്ലീഡിങ് ഉണ്ടാവും, അതോടൊപ്പം ചൊറിച്ചിലുണ്ടാവും, ചെറിയ ബുദ്ധിമുട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രേഡ് ആണ്. സെക്കൻഡ് ഗ്രേഡിൽ ചെറുതായിട്ടൊരു തടിപ്പ് പുറത്തേക്ക് വരും. മലം പോകുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും. ബ്ലീഡിങ്ങും ഇതിലുണ്ടാവും. എന്നാൽ മലം പോയി കഴിഞ്ഞതിന് ശേഷം ഈ തടിപ്പ് തനിയെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. എന്നാൽ 3ാമത്തെ ഗ്രേഡിലെത്തുമ്പോൾ തടിപ്പ് പുറത്തേക്ക് വരും, പക്ഷേ മലം പോയതിനു ശേഷം അത് ഉള്ളിലേക്ക് കയറി പോവില്ല. കൈ വെച്ച് അത് ഉള്ളിലേക്ക് അമർത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ 4ാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് മലം പോകുന്ന സമയത്തല്ലാതെ തന്നെ എപ്പോഴും ഒരു തടിപ്പ് മലദ്വാരത്തിന് പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ള ഒരവസ്ഥയാണ്. പൈൽസ് ഉള്ളവർ അത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഭക്ഷണത്തിലാണെങ്കിലും ജീവിതശൈലിയിലാണെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് തനിയെ മാറിക്കോളും. എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് പൈൽസ് ഉള്ളവരിൽ അത് ശരിയായി വരികയും ചെയ്യാം, അല്ലെങ്കിൽ ഇനി വരാതിരിക്കാനും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പൊതുവെ നമുക്ക് മലബന്ധം ഓരോരുത്തർക്കും നമുക്ക് മലബന്ധം ഉണ്ടാകുന്ന ഏത് ഭക്ഷണം കഴിച്ചാലാണ്, എന്ത് കഴിച്ചാലാണ് നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലാണ് ബ്ലഡ് വരിക എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് ഒരു കാര്യങ്ങൾ ഒഴിവാക്കുക. ബേക്കറി ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ല മാംസമായിട്ടുള്ള മട്ടൺ, ബീഫ് അല്ലെങ്കിൽ ചിക്കൻ പോലുള്ള ഇതാണെങ്കിൽ അങ്ങനെ. പിന്നെ മലം പോകാൻ ശേഷമുള്ള നീറ്റില് അല്ലെങ്കിൽ പുകച്ചല് ഒക്കെ ഉള്ളവർ പിന്നെ അധികം എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെ പൊതുവേ പറയാറുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നതെന്നാണ്. അത് അവർ ഒരു കുറേ ദിവസങ്ങളോളം നേന്ത്രപ്പഴം വാട്ടി കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം ദിവസവും മലബന്ധം ഉണ്ടാവുകയും മലം ഡെയിലി പോവാത്തൊരു അവസ്ഥയും ഒക്കെ ഉണ്ടായി പൈൽസും അല്ലെങ്കിൽ ഫിഷറി എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന് ചുറ്റിലും ഏതെങ്കിലും ഭാഗത്ത് ഒരു വിള്ളൽ വരിക, എന്നിട്ട് അവിടെ ബ്ലീഡിങ്ങും പൈൽസിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു സഹിക്കാൻ പറ്റാത്ത വേദനയും പുകച്ചിലും ഒക്കെയാണ് ഫിഷറിനുണ്ടാവുക. അപ്പോൾ ഒന്നാമതായിട്ട് മലബന്ധവും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക, ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ഇരുന്ന് തുടർച്ചയായി ഒരു 8-10 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലഞ്ച് ടൈമിന് മാത്രം പുറത്തിറങ്ങാന്നുള്ളതിൽ നിന്ന് മാറി ഇടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് നടക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കുക. ഒരു വെള്ളം കടിക്കാൻ എണീറ്റ് പോകാന്നുള്ള രീതിയിൽ പോലെ ഒരു 1 മണിക്കൂറോ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് പോവുക, അതിനുശേഷം വന്നിരിക്കുക. അങ്ങനെ അതുപോലെ ഒരു ചെറിയ ചേഞ്ച്, ഒന്ന് ബോഡിക്ക് ചെറിയൊരു അനക്കം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളൊരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സീറ്റ് അധികം ചൂടാവാത്ത രീതിയിലുള്ള സീറ്റൊക്കെ ശരിയാക്കാനൊക്കെ നോക്കുക. 1-2 തവണ പോകണം. അതോടൊപ്പം തന്നെ ഈ ഒരു 2 തവണ പോകുന്ന സമയത്ത് മൊബൈൽ എടുക്കാതിരിക്കുക മാക്സിമം. വീട്ടിൽ ഇന്ത്യൻ ക്ലോസറ്റ് ഉള്ളവരാണെങ്കിൽ മാക്സിമം കഴിയുന്നതും ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാൻ നോക്കാം. ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റൂള് കാല് കയറ്റി വെച്ച് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട് കുറച്ച് പൊന്തിയിട്ടും മലം പോകാൻ കുറച്ചും കൂടെ എളുപ്പമാകുന്ന രീതിയിൽ ആയിരിക്കും ആ ഒരു പൊസിഷൻ. പിന്നെ ദിവസവും വ്യായാമം ചെയ്യുന്നത് സ്ട്രെസ് കുറയാനും, അല്ലെങ്കിൽ അമിതവെള്ളമുള്ളവരാണെങ്കിൽ അത് കുറയാനും, അല്ലെങ്കിൽ മലബന്ധത്തിനും ദഹനത്തിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുന്നത് ദഹനത്തിനും അതുപോലെ തന്നെ ശോധനയ്ക്കൊക്കെ ഭയങ്കര നല്ലതാണ്. തൈരൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയ സീഡ് അതുപോലത്തെ ഒക്കെ പൊടിച്ചിട്ട് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ്. അതുപോലെ വീട്ടിൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് കായം ചേർത്ത് ഉണ്ടാക്കാനും കഴിക്കാനും ശ്രമിക്കാം.
അത് ദഹനത്തിനും അതുപോലെ തന്നെ ശോധനയ്ക്കും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലബന്ധമുണ്ട് അല്ലെങ്കിൽ മലബന്ധമുണ്ട് എന്ന് വെച്ച് കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യാതെ എപ്പോഴാണോ തോന്നുന്നത് ആ സമയം മാത്രം പോയി ഇരിക്കുകയും ചെയ്യാം. ഒരു 5 മിനിറ്റ് മാക്സിമം പോയ 5-10 മിനിറ്റ് ഇരിക്കാന്നല്ലാതെ അതിൽ കൂടുതൽ ടോയ്ലറ്റിൽ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക, നാരുകളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ദിവസം ഒരു 3 അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നല്ലൊരു ഹോം റെമഡിയാണ് 1 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് അത് കുടിച്ചതിന് ശേഷം ഉറങ്ങും. അല്ലെങ്കിൽ 1 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ തേന് ചേർത്ത് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് കുടിക്കുക. അതുപോലെ തന്നെ എഴുന്നേറ്റ് ഉടനെ ഒരു 3 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കും. അതുപോലെ ഒരു ഡോക്ടറെ കണ്ട് പൈൽസ് ആണോ അല്ലെങ്കിൽ ഫിഷർ ആണോ അല്ലെങ്കിൽ ഫിസ്റ്റുല ആണോ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് പൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും.